കാണുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പാണ്. ഒരു ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ജോലിയിലേക്കാണോ അതോ ഒരു കരിയറിലേക്കാണോ? അപ്പോൾ കരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം ഒരു തോട്ട് പ്രോസസ്സാണ്. ജോലി എന്ന് പറയുന്നത് എപ്പോഴും താൽക്കാലികമാണ്. നമുക്കൊരു ജോലി കിട്ടും, അത് നാളെ കാണണമെന്ന് നിർബന്ധമില്ല. ഒരു UG അല്ലെങ്കിൽ PG, ഒരു MCOM ഒരു MBA അങ്ങനെ സോ കോൾഡ് ഡിഗ്രീസ് ഇനഫ് അല്ല ഇന്ന് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ. ഒരു UGയോ PGയോ ഉണ്ടെങ്കിൽ അതൊരു എൻട്രി പാസ് മാത്രമാണ് ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യുക. അതൊരിക്കലും നമ്മളെ ജോബ് റെഡി ആക്കുന്നില്ല. എന്ന് പറയുന്നത് നമ്മുടെ ജോലികളുടെ എഫിഷ്യൻസിയാണ് കൂട്ടുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ വേണം. ആ മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? അത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു എക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഒരു ഡേറ്റ പറഞ്ഞാൽ അനലിസ്റ്റ് ജോബിലേക്ക് പോകാനുള്ളവരുടെ ഏറ്റവും ഹയസ്റ്റ് സർട്ടിഫിക്കേഷൻ ഇന്ന് വേൾഡിലുള്ളത് CFA ആണ്. പക്ഷേ 40,000 പേര് ഒരു വർഷം എൻറോൾ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഈ ചാർട്ടർ സ്റ്റാറ്റസ് കിട്ടുന്ന 1.25% മാത്രമാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസസ് മേഖലയെ പറ്റി സംസാരിക്കുമ്പോൾ 2.5 ലക്ഷം ജോലികളാണ് കഴിഞ്ഞ 2030 ഈ മേഖലയിൽ വരാൻ പോകുന്നത്. പക്ഷേ 2024 ഡിസംബറിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 3000 ചില്ലാനോ ആൾക്കാർ മാത്രമേ CFPയിൽ എൻറോൾഡ് ആയിട്ടുള്ളൂ.